ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കറിയാണ്. അത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ നമുക്ക് കഴിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് എൻ്റെ അമ്മയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം പരിചയപ്പെടാം. ആദ്യമായിട്ട് വേണ്ടത് 3 സവോള, 3 തക്കാളി, കുറച്ച് കാഷ്യൂ നട്ട്, കസ്തൂരി മേത്തി, ഉണക്കമുളക്, അതുപോലെ തന്നെ മല്ലിയില, പനീർ, ആവശ്യത്തിന് ബട്ടർ, ഓയിലും. നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യമായിട്ടൊരു ചീഞ്ചട്ടി അടുപ്പിൽ വയ്ക്കുക. നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഞാൻ നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ സ്പൂൺ അളവൊന്നും എടുക്കാറില്ല, എൻ്റേതായിട്ടുള്ള അളവ് തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ആയിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബട്ടർ അതിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റാവും കേട്ടോ. മെൽറ്റായ ശേഷം വെളിച്ചെണ്ണയും ബട്ടറും കൂടി നന്നായി മിക്സ് ചെയ്ത് മെൽറ്റാവുന്ന സമയത്ത് ചൂടായ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സ്ക്വയർ ക്യൂബ് ടൈപ്പിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആഡ് ചെയ്യാൻ പോവാണേ. ഓക്കെ, അതുപോലെ നമുക്ക് മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളിത് ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആണ്. ഇതിൽ കുറേ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ദയവേദിട്ട് എല്ലാം ഞങ്ങളോട് ക്ഷമിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ തന്നോളൂ. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇട്ടത് ശ്രദ്ധിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ 3 സബോള നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയിട്ടില്ല, ജസ്റ്റ് അതിലിട്ടിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 8-10 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. പൊട്ടിക്കണമൊന്നുമില്ല കേട്ടോ, പൊട്ടിച്ചിടുന്നില്ല. മുഴുവനായിട്ട് തന്നെ അതിന് ഞെട്ടി കളഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. കാഷ്യൂ നട്ട് നമുക്ക് ഇഷ്ടമുള്ളൊക്കെ ഇടാം കേട്ടോ. നന്നായിട്ട് കറിക്ക് ടേസ്റ്റ് കൂടാനും അതുപോലെ തന്നെ കറി നന്നായിട്ട് കൊഴുപ്പോട് കൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാഷ്യൂ നട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് നമുക്കൊരു ബട്ടർ പനീർ മസാല കിട്ടുന്നത് അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് തന്നെ നമുക്ക് ബട്ടർ പനീർ മസാല ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. ഞാനിതിൽ വിവിധ സ്റ്റേജുകളായിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിന് ഇതിൻ്റെ ഒപ്പമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കുമല്ലോ. അത് നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം അങ്ങനെ ഇളക്കും. എന്നിട്ട് സബോളയുടെയൊക്കെ ഒന്ന് കളർ മാറി ലൈറ്റ് ഗോൾഡിഷ് കളർ ആവുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കും. ഒരുപാട് മൊരിച്ച് കരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് അതിലേക്ക് എന്തിട്ട് കൊടുക്കാം? അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളി. ഈ 3 തക്കാളി എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കുറയ്ക്കാം, പക്ഷെ കൂട്ടരുത്. വേണമെങ്കിൽ ഒരു തക്കാളി കുറച്ച് 2 തക്കാളി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. പുളിപ്പ് എത്ര, ഞാനിപ്പോൾ 2 ഈക്വലായിട്ടാണ് ഇട്ടേക്കണേ. എനിക്കിതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരുന്നു, കുട്ടികൾക്കും നല്ല ഇഷ്ടമായതായിരുന്നു. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 3 സബോളയ്ക്ക് 3 തക്കാളി തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പുളിപ്പിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് 2 തക്കാളിയായിട്ട് കുറയ്ക്കാം. ഓക്കെ, പുളിപ്പ് കൂട്ടണ്ട. അപ്പോൾ ആ പനീർ മസാലയുടെ ഒരു ലൈറ്റ് സ്വീറ്റ്നെസ് ആണല്ലോ നമുക്ക് ഉണ്ടാവുക, അത് ഇല്ലാണ്ടായിപ്പോവും. അതുകൊണ്ട് ഈ ഒരു അളവിലിടായിരിക്കും നല്ലത്. നമ്മളതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇളക്കുന്നതിലും അതിൻ്റെ ആ വയ്ക്കുന്ന ടൈമിലുമാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം ഞാനത് മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചെടുത്ത ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വഴറ്റിയിട്ടുള്ള അതേ
തവ തന്നെ നമ്മളത് ചീഞ്ചട്ടി തന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വീണ്ടും അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സബോളയും തക്കാളിയും പിന്നെ അതുപോലെ തന്നെ കാഷ്യൂനട്ടും വറ്റൽമുളകും വഴറ്റി മാറ്റിയിട്ട് മിക്സി ഇട്ട് അരച്ച ശേഷം അതേ ചീഞ്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതിൻ്റെ ആ ഇൻഗ്രീഡിയൻസിൻ്റെ ഇത് അതിലിരുന്നോട്ടെ. അതിനുശേഷം നമുക്കത് ഒരു കാര്യം കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാരണം നമ്മൾ ഉണക്കമുളക് ഓൾറെഡി എരിവിന് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് അതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഈ ബട്ടറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വായിട്ടുണ്ട്. നമുക്ക് ചില്ലി പൗഡർ കുറവാന്ന് തോന്നി ഒന്നും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും കുറച്ച് ബട്ടർ അതിലേക്ക് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ പോയി കുറച്ചത് കുഴപ്പമില്ല. മോനെടുത്ത് നിൽക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മോനാണ് വീഡിയോ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേയും സബോളയും തക്കാളിയും വറ്റൽമുളകും കാഷ്യൂനട്ടൊക്കെ ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് നേരത്തെ മഞ്ഞൾപ്പൊടി ഒന്നും യൂസ് ചെയ്തില്ലല്ലോ, അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കൂടി ഒന്ന് ഉപ്പ്. ഇതാണ് സെക്കൻഡ് സ്റ്റേജിലുള്ള ഉപ്പ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച്. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിൽ നമ്മളതിൻ്റെ കുറച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കസ്തൂരി മേത്തി പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു. അതുകൂടി തന്നെ കുറച്ച് ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ 2 ടേബിൾ സ്പൂണിലാണ് ഗരം മസാല ഇട്ട് കൊടുത്തത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ തിക്നെസ് നമ്മൾ കാഷ്യൂനട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ തിക്നെസ് ഇങ്ങനെ നന്നായിട്ട് കുറച്ച് കഴിയുമ്പോൾ കട്ടിയായിട്ട് കൂടി വരും. അപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് നമ്മളതിലേക്ക്, അപ്പോൾ ആ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ പനീർ, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനീർ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ മിൽക്കി മിസ്റ്റിൻ്റെ പനീറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ചെറിയ പീസസ് ആയിട്ടുള്ളത് ഒരു 200 ഗ്രാമിൻ്റെ മിൽക്കി മിസ്റ്റിൻ്റെ പനീറായിരുന്നു ഇട്ട് കൊടുത്തത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു. അതിൽ നമ്മൾ ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് സ്വീറ്റ്നെസ് ഉണ്ടാവുമല്ലോ നമ്മുടെ പനീർ ബട്ടറിന് മസാല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യം കൂടി പറയാറുണ്ട്, നമ്മൾ പനീർ ഇട്ട ശേഷം ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പനീർ അതിൽ ഇങ്ങനെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് പനീർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒഴിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചാൽ മതി.